ഒറ്റപ്പെടലും സങ്കടവും ഭയവും കാരണം പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലാത്തതുപോലെ തോന്നുന്ന അസ്വസ്ഥത നിറഞ്ഞ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വേദനകളിൽ നിന്ന് പ്രത്യാശയിലേക്ക് നയിക്കുന്ന ദൈവവചനം ക്ഷമയോടെ അല്പനേരം ധ്യാനിക്കാൻ ഈ വചനവിരുന്ന് നമ്മെ ക്ഷണിക്കുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിലൂടെയുള്ള ഈ ആത്മീയ യാത്ര നമ്മുടെ ജീവിതത്തിന്റെ നിസ്സഹായതകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഇന്ന് നമ്മെ സഹായിക്കും. അധ്യായങ്ങൾ 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളുടെ വിചിന്തനം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ജെറമിയായെ തിരഞ്ഞെടുത്ത കർത്താവ് ഭയപ്പെടരുതെന്ന് അവന് ഉറപ്പ് നൽകിക്കൊണ്ട് പ്രവാചകനായി അവനെ അഭിഷേകം ചെയ്യുന്നു. എന്നാൽ ഇസ്രായേൽ ജനമാകട്ടെ ജീവനുള്ള ജലത്തിന്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ച് ജലം സൂക്ഷിക്കാൻ കഴിയാത്ത പൊട്ടിയ കിണറുകൾ കുടിച്ച് അവരോട് പിതാവായ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. മക്കളുടെ ഈ കഠിന ഹൃദയത്തിലും മടങ്ങി വരുവാൻ ആഹ്വാനം ചെയ്യുന്ന നല്ല ദൈവത്തിന്റെ, ഒരു നല്ല പിതാവിന്റെ വലിപ്പവും കരുണയും പ്രവാചകൻ ജനത്തെ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ ലംഘനങ്ങൾ എത്ര വലുതാണെങ്കിലും തിരിച്ചു വരുന്ന മക്കളെ സ്വീകരിക്കാൻ പിതാവായ ദൈവം കാത്തിരിക്കുന്നുണ്ട്. ജനത്തിന്റെ അകൃത്യങ്ങൾ തുറന്നു കാണിക്കുമ്പോഴും അവരുടെ ആത്മീയമായ വീണ്ടെടുപ്പാണ് ഈ വചനഭാഗങ്ങൾ ലക്ഷ്യമാക്കുന്നത്. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അനുഭവപ്പെടുന്ന ആത്മീയ വരൾച്ചയെയും അവിടുത്തെ സ്നേഹത്തിലേക്കുള്ള തിരിച്ചു വരവിനെയും ഈ അധ്യായങ്ങൾ മനോഹരമായി ചിത്രീകരിക്കുന്നു. അധ്യായങ്ങൾ 4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളുടെ വിചിന്തനം വരാനിരിക്കുന്ന വലിയ വിനാശങ്ങളെക്കുറിച്ചും വടക്ക് നിന്നുണ്ടാകുന്ന ശത്രുവിന്റെ ആക്രമണങ്ങളെക്കുറിച്ചും കർത്താവ് ജെറമിയയിലൂടെ ജനത്തിന് കടുത്ത മുന്നറിയിപ്പുകൾ നൽകുന്നു. കർത്താവിങ്കിലേക്ക് ഹൃദയപൂർവ്വം മടങ്ങി വരാൻ ജനം വിസമ്മതിക്കുന്നതിനാൽ അവിടുത്തെ കോപം ജനത്തിന്റെ മേൽ കഠിനമായി ജ്വലിക്കുകയാണ്. പ്രവാചകൻ അത്യന്തം ഹൃദയവേദനയോടെ ജനത്തിന്റെ കഠിന ഹൃദയത്തെയും വരാനിരിക്കുന്ന വലിയ ആപത്തിനെയും ഓർത്ത് വിലപിക്കുന്നുണ്ട്. അവർ ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കാതെ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് പുറകെ പോയതാണ് ഈ വലിയ തകർച്ചയ്ക്ക് കാരണമായത്. എന്നിട്ടും അവിടുന്ന് പഴയ പാതകളെക്കുറിച്ച് അന്വേഷിക്കാനും പുരാതനമായ നല്ല വഴിയിലൂടെ നടന്ന് ആശ്വാസം കണ്ടെത്താനും ജനത്തോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ജനത്തിന്റെ മനസ്സ് കഠിനമായിരുന്നതിനാൽ വചനം കേൾക്കാൻ പോലും അവരുടെ കാതുകൾക്ക് കഴിഞ്ഞില്ലെന്ന് പ്രവാചകൻ വ്യക്തമാക്കുന്നു. 7 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. ദേവാലയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് കപടമായ ആരാധനകളെ ഉപേക്ഷിക്കാനും ജീവിതം വിശുദ്ധീകരിക്കാനും പ്രവാചകൻ ജനത്തോട് ശക്തമായി ആവശ്യപ്പെടുന്നു. ദൈവകൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് അവിടുത്തെ ആലയത്തിൽ വന്ന് സുരക്ഷിതരാണെന്ന് ചിന്തിക്കുന്നത് വലിയ വഞ്ചനയാണെന്ന് അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നു. ജനത്തിന്റെ പാപങ്ങൾ നിമിത്തം സിയോൻ പുത്രിയുടെ തകർച്ചയിൽ പ്രവാചകന്റെ കണ്ണുകൾ രാപ്പകൽ കണ്ണീരൊഴുക്കുന്ന നദിയായി മാറുകയാണ്. സത്യവും വിശ്വസ്തതയും നഷ്ടപ്പെട്ട ആ സമൂഹത്തിൽ കപടത നിറഞ്ഞ സൗഹൃദങ്ങളും വഞ്ചനയും മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. ജ്ഞാനി തന്റെ ജ്ഞാനത്തിലോ ബലവാൻ തന്റെ ബലത്തിലോ പ്രശംസിക്കരുതെന്നും കർത്താവിനെ അറിയുന്നതിലാണ് പ്രശംസിക്കേണ്ടതെന്നും വചനം വ്യക്തമാക്കുന്നു. ഹൃദയത്തിന് പരിച്ഛേദനം ചെയ്യാത്ത ജനതയോട് ദൈവത്തിനുള്ള അതൃപ്തി ഈ ഭാഗങ്ങളിൽ വചനം അടിവരയിടുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവകൽപ്പനകൾ ലംഘിച്ചുകൊണ്ട്, മനസ്സിന്റെ ഉള്ളിൽ ലംഘിച്ചുകൊണ്ട് നമ്മൾ കൂദാശകളെ തെറ്റായ രീതിയിൽ സമീപിക്കരുത്. അത് നമ്മൾക്ക് ഗുണമാവില്ല. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ, മറ്റുള്ളവരോട് ക്ഷമിക്കാതെ, കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവരോട് ക്ഷമിക്കാതെ, മറ്റുള്ളവരെ സ്നേഹിക്കാതെ നാം ദേവാലയത്തിൽ വരുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കില്ല. അത് തീർച്ച. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ കുടുംബാംഗങ്ങൾ എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാം. 10 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. അന്യജനതകളുടെ നിരർത്ഥകമായ വിഗ്രഹങ്ങളെയും അവയുടെ പൊള്ളത്തരങ്ങളെയും ജീവനുള്ള സത്യദൈവത്തിന്റെ പ്രപഞ്ചശക്തിയോട് പ്രവാചകൻ ഇവിടെ താരതമ്യം ചെയ്യുന്നു.
ഉടമ്പടിയുടെ വചനങ്ങളെ അനുസരിക്കാത്തവർ ശാപഗ്രസ്തരാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തിന്റെ കഠിനമായ അവിശ്വസ്തതയെ കർത്താവ് കുറ്റപ്പെടുത്തുന്നു. സ്വന്തം നാട്ടുകാരായ അനാത്തോത്തിലെ ആളുകൾ പോലും പ്രവാചകനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയപ്പോൾ അവിടുന്ന് തന്റെ സങ്കടം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ദുഷ്ടന്മാരുടെ വഴി എന്തുകൊണ്ട് എന്ന ജെറമിയയുടെ ആത്മീയ ചോദ്യത്തിന് ദൈവത്തിന്റെ നീതി കൃത്യസമയത്ത് നടപ്പിലാകുമെന്ന് അവിടുന്ന് മറുപടി നൽകുന്നു. പ്രിയപ്പെട്ട ജനത്തെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരുമ്പോഴും ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടാകുന്ന വലിയ വേദന ഈ അധ്യായങ്ങളിൽ പ്രകടമാണ്. ചെയ്ത തെറ്റിന്റെ, ചെയ്ത ക്രൂരതയുടെ, ചെയ്ത വിഗ്രഹാരാധനയുടെ റിവാർഡ്, പ്രതിഫലം ദൈവമക്കൾ തന്നെ ചോദിച്ചു വാങ്ങിക്കുന്നു. 13 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. നശിച്ചുപോയ മണൽ കച്ചയുടെ ഉപമയിലൂടെ ഇസ്രായേലിന്റെ അഹങ്കാരത്തെയും വരാനിരിക്കുന്ന പ്രവാസത്തിന്റെ ഭീകരതയെയും കർത്താവ് പ്രവാചകന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ദേശത്തുണ്ടാകുന്ന ഭയങ്കരമായ വരൾച്ചയെക്കുറിച്ചും ക്ഷാമത്തെക്കുറിച്ചും പ്രവാചകൻ ജനത്തിനു വേണ്ടി മധ്യസ്ഥം യാചിക്കുന്നുണ്ടെങ്കിലും ജനത്തിന്റെ പാപം നിമിത്തം ദൈവം അത് സ്വീകരിക്കുന്നില്ല. ഇവിടെ പ്രത്യേകം നാം ശ്രദ്ധിക്കണം. നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തത് എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ കുറച്ചെങ്കിലും ഉത്തരം നമുക്ക് ഇവിടെ കണ്ടെത്തുവാൻ സാധിക്കും. കള്ളപ്രവാചകന്മാർ സമാധാനം പ്രവചിക്കുമ്പോൾ യഥാർത്ഥ പ്രവാചകൻ ദൈവത്തിന്റെ ന്യായവിധിയെയും വരാനിരിക്കുന്ന കഠിന ശിക്ഷകളെയും കുറിച്ച് ജനത്തിന് നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുന്നു. ദൈവവചനം കണ്ടെത്തിയപ്പോൾ താൻ അത് ആഹാരമാക്കിയെന്നും അത് തന്റെ ഹൃദയത്തിന് ആനന്ദമായി മാറിയെന്നും ജെറമിയ സാക്ഷ്യപ്പെടുത്തുന്നു. കർത്താവിന്റെ നാമം വഹിക്കുന്നതിനാൽ താൻ അനുഭവിക്കുന്ന ഏകാന്തതയും പീഡനങ്ങളും പ്രവാചകൻ ദൈവസന്നിധിയിൽ വിതുമ്പലോടെ തുറന്നു പറയുന്നു. കർത്താവ് തന്നെ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, എന്നെ പ്രതി നിങ്ങൾ പീഡനം തീർച്ചയായും അനുഭവിക്കും എന്ന്. കർത്താവിന് വേണ്ടി നമ്മുടെ കുരിശുകളെ നാം എടുത്ത് കർത്താവിന്റെ പിന്നാലെ നാം പോകുമ്പോൾ ഈ ലോകം നമ്മെ ദ്വേഷിക്കും എന്നുള്ളതിൽ നിങ്ങൾ ഉറപ്പിക്കണം. അത് തീർച്ചയായും നടക്കേണ്ട കാര്യമാണ്. കാരണം കർത്താവിലേക്കുള്ള വഴിയിൽ ആ വെറുപ്പുകളും ഒറ്റപ്പെടുത്തലുകളും മതിയായേ തീരൂ. 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. ദേശത്തുണ്ടാകാൻ പോകുന്ന വലിയ നാശത്തിന്റെ തീവ്രത ജനത്തിന് ബോധ്യമാക്കാനായി വിവാഹം കഴിക്കുന്നതിൽ നിന്നും വിലാപ വീടുകളിൽ പോകുന്നതിൽ നിന്നും പ്രവാചകനെ ദൈവം വിലക്കുന്നു. മനുഷ്യനിൽ ആശ്രയിക്കുന്നവൻ ശാപഗ്രസ്തനാണെന്നും കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ജലാശയത്തിനരികെ നട്ട വൃക്ഷം പോലെ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നും വചനം ഓർമ്മിപ്പിക്കുന്നു. കുശവന്റെ കളിമൺ പാത്രത്തിന്റെ ഉപമയിലൂടെ ദൈവത്തിന്റെ കരങ്ങളിലെ വെറുമൊരു കളിമൺ മാത്രമാണ് മനുഷ്യനെന്നും അവിടത്തേക്ക് നമ്മെ രൂപപ്പെടുത്താൻ അധികാരമുണ്ടെന്നും വ്യക്തമാക്കുന്നു. എന്നാൽ ജനമാകട്ടെ കുശവന്റെ ഉപദേശത്തെ തള്ളിക്കളഞ്ഞ് പ്രവാചകനെതിരെ നാവ് കൊണ്ട് ആക്രമിക്കാനും അവനെ കുഴിയിൽ വീഴ്ത്താനും ഗൂഢാലോചനകൾ തുടർന്നുകൊണ്ടേയിരുന്നു. 19 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. കുശവന്റെ മൺകുടം ജനപ്രമാണികളുടെ മുൻപിൽ വെച്ച് ഉടച്ചു കളഞ്ഞുകൊണ്ട് ഈ നഗരത്തെയും ജനത്തെയും ദൈവം ഇപ്രകാരം തകർക്കുമെന്ന് ജെറമിയ പ്രഖ്യാപിക്കുന്നു. ഈ കഠിനമായ പ്രവചനം അത് കേട്ട് പ്രകോപിതനായ പഥൂർ പുരോഹിതൻ ജെറമിയയെ അടിച്ച് കാൽവിലങ്ങിലിട്ട് പരസ്യമായി അപമാനിച്ചു. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ പരിഹാസവും നിന്ദയും മാത്രമാണ് ലഭിക്കുന്നതെങ്കിലും വചനം പ്രസംഗിക്കാതിരിക്കാൻ തന്റെ അസ്ഥികളിൽ കത്തിയെരിയുന്ന തീ പോലെ അത് മാറുന്നുവെന്ന് ജെറമിയ പറയുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഭൂമിയിൽ നേരിടേണ്ടി വരുന്ന ത്യാഗങ്ങളെ, വേദനകളെ അതിപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം തിരഞ്ഞെടുത്തുകൊണ്ട് മാത്രമാണ്, ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം സംഭവിക്കുന്നതാണെന്ന് തിരിച്ചറിയണം. തന്റെ ജന്മദിനത്തെ പോലും ശപിച്ചുകൊണ്ട് പ്രവാചകൻ വലിയ ആത്മസംഘർഷത്തിലൂടെ കടന്നു പോകുമ്പോഴും ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിലൂടെ വരാനിരിക്കുന്ന നഗരത്തിന്റെ പതനത്തെക്കുറിച്ച് സെദക്കിയ രാജാവിനോട് അവിടുന്ന് നിർഭയം പ്രവചിക്കുന്നു. 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. യൂദായിലെ അനീതി പ്രവർത്തിക്കുന്ന രാജാക്കന്മാർക്കെതിരെയും
പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്ന ഭരണാധികാരികൾക്കെതിരെയും കർത്താവ് ജെറമിയയിലൂടെ കടുത്ത ന്യായവിധി പ്രഖ്യാപിക്കുന്നു. ജനത്തെ വഴിതെറ്റിക്കുന്ന വ്യാജ പ്രവാചകന്മാരെയും ഇടയന്മാരെയും അവിടുന്ന് ശപിക്കുന്നതോടൊപ്പം ദാവീദിന്റെ വംശത്തിൽ നിന്ന് കർത്താവ് നമ്മുടെ നീതി എന്നൊരു നല്ല ശാഖയെ മുളപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും കത്തിയെരിയുന്ന അഗ്നി പോലെയുമാണെന്ന് കള്ളപ്രവാചകന്മാരെ ദൈവം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നല്ല അത്തിപ്പഴങ്ങളുടെയും ചീത്ത അത്തിപ്പഴങ്ങളുടെയും ദർശനത്തിലൂടെ പ്രവാസത്തിലേക്ക് പോകുന്ന നല്ല മനുഷ്യരെ അവിടുന്ന് സംരക്ഷിക്കുമെന്നും ഇവിടെ അവശേഷിക്കുന്ന കഠിനഹൃദയരെ നശിപ്പിക്കുമെന്നും വ്യക്തമാക്കുന്നു. 25-ാം അധ്യായത്തിന്റെ വിചിന്തനം. യൂദാജനം ദൈവവചനം അനുസരിക്കാത്തതിനാൽ ബാബിലോൺ രാജാവിന്റെ അടിമത്തത്തിൽ അവർ 70 വർഷം കഴിയേണ്ടി വരും എന്ന കൃത്യമായ പ്രവചനം ജെറമിയ ഇവിടെ പൂർത്തിയാക്കുന്നു. 70 വർഷങ്ങൾക്ക് ശേഷം ബാബിലോൺ സാമ്രാജ്യത്തെയും ദൈവം അവരുടെ അകൃത്യങ്ങൾ പ്രതി ശിക്ഷിക്കുമെന്ന് പ്രവാചകൻ വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തിന്റെ ക്രോധത്തിന്റെ പാനപാത്രം എല്ലാ ജനതകൾക്കും നൽകിക്കൊണ്ട് ഭൂമിയിലെ സകല സാമ്രാജ്യങ്ങളുടെയും മേലുള്ള ദൈവത്തിന്റെ പരമാധികാരം പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു. കർത്താവ് സിയോനിൽ നിന്ന് സിംഹത്തെ പോലെ ഗർജിക്കുമെന്നും അവിടുത്തെ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഭൂമിയിലെ ഒരു ഭരണാധികാരിക്കും കഴിയില്ലെന്നും വചനം മുന്നറിയിപ്പ് നൽകുന്നു. മനുഷ്യഹൃദയത്തിന്റെ ആഴത്തിലുള്ള ആത്മീയദാഹത്തെയും ദൈവത്തെ അകറ്റി നിർത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയ ശൂന്യതയുമാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം വെളിപ്പെടുത്തുന്നത്. ലൗകികമായ താല്പര്യങ്ങളും കപട സുരക്ഷിതത്വങ്ങളും മനുഷ്യന് താൽക്കാലികമായ ആശ്വാസം നൽകുമെങ്കിലും ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ ആത്മാവിന് ശാശ്വതമായ സമാധാനം നൽകുവാൻ സാധിക്കൂ. സഭാപിതാക്കന്മാരുടെ പഠനമനുസരിച്ച് ജെറമിയയുടെ കണ്ണീരും വിലാപങ്ങളും വരാനിരിക്കുന്ന മിശിഹായുടെ സഹനങ്ങളുടെയും ദൈവജനത്തോടുള്ള അവിടുത്തെ അഗാധമായ സ്നേഹത്തിന്റെ മുൻകുറിയാണ്. ആത്മീയ വരൾച്ചയുടെ ഈ കാലഘട്ടത്തിൽ ദൈവവചനമാകുന്ന ജീവനുള്ള ജലത്തിന്റെ ഉറവയിലേക്ക് മടങ്ങി വരാൻ ഈ ഭാഗം നിങ്ങളെയും എന്നെയും ശക്തമായി പ്രേരിപ്പിക്കുന്നു. ജെറമിയ പ്രവാചകൻ നേരിട്ട വലിയ പീഡനങ്ങളെയും ഏകാന്തതയെയും ആദ്യകാല സഭ മിശിഹായുടെ കുരിശുമരണത്തിന്റെ പ്രത്യാശയിലാണ് വ്യാഖ്യാനിച്ചത്. പ്രവാചകനെ കൊല്ലാൻ ശത്രുക്കൾ ഗൂഢാലോചന നടത്തിയ വചനഭാഗം അന്യായമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കർത്താവായ യേശുവിന്റെ വിനയത്തെയും സഹനത്തെയും ഓർമ്മിപ്പിക്കുന്നതാണെന്ന് സഭ പഠിപ്പിക്കുന്നു. കഠിനമായ പീഡനങ്ങളിലും ദൈവഹിതത്തിന് കീഴടങ്ങിയ പ്രവാചകന്റെ ജീവിതം ആദിമ ക്രൈസ്തവർക്ക് പ്രതിസന്ധികളിൽ വലിയ മാതൃകയായിരുന്നു. വചനത്തോടുള്ള വിശ്വസ്തത നിമിത്തം ലോകത്തിൽ പീഡനങ്ങൾ ഉണ്ടാകുമെങ്കിലും ദൈവത്തിന്റെ സംരക്ഷണം എപ്പോഴും ഉണ്ടാകുമെന്ന് ഈ വ്യാഖ്യാനങ്ങൾ ഉറപ്പു നൽകുന്നു. പ്രിയ ദൈവജനമേ, ഈ വചനഭാഗം പാപത്തിന്റെ കറ കഴുകിക്കളയുന്ന കുമ്പസാരമെന്ന കൂദാശയിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ വിശദീകരിക്കാൻ നമ്മെ ഓരോരുത്തരെയും നിങ്ങളെയും എന്നെയും ശക്തമായി ആഹ്വാനം ചെയ്യുന്നു. പൊട്ടിയ കിണറുകളെ ഉപേക്ഷിച്ച് വിശുദ്ധ കുർബാനയിലൂടെ ജീവനുള്ള ജലത്തിന്റെ ഉറവയായ ഈശോയെ നമ്മുടെ ആത്മാവിലേക്ക് സ്വീകരിക്കാൻ നാം ഒരുങ്ങേണ്ടതുണ്ട്. അൾത്താരയിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗീയ മന്ന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ദാഹം പൂർണ്ണമായും മാറുകയും ദൈവകൃപയാൽ നമ്മൾ നിറയുകയും ചെയ്യും. വിശുദ്ധമായ കൂദാശ സ്വീകരണത്തിലൂടെ മാത്രമേ പ്രവാചകൻ പ്രഖ്യാപിച്ച പുതിയ ഉടമ്പടിയുടെ കൃപയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഭൂമിയിലെ താൽക്കാലികമായ കഷ്ടപ്പാടുകൾക്കപ്പുറം നിത്യജീവനിലേക്ക് നോക്കുവാനും സ്വർഗീയ സന്തോഷത്തിനായി ആഗ്രഹിക്കുവാനും ഈ പ്രവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അന്തിമ ന്യായവിധിയുടെ നാളിൽ ദൈവത്തിന്റെ തിരുമുഖം നേരിട്ട് കാണുന്ന ആ പരമാനന്ദ ദർശനത്തിനായി നമ്മുടെ ആത്മാക്കളെ ഒരുക്കേണ്ടത് എങ്ങനെയെന്ന് ഈ വചനഭാഗങ്ങൾ വ്യക്തമാക്കുന്നു. അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന നിത്യമായ ദൈവരാജ്യത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പ്രവാചകൻ പ്രത്യാശ നൽകുന്നു. ലോകത്തിന്റെ നശ്വരമായ സന്തോഷങ്ങളിൽ മയങ്ങിപ്പോകാതെ നിത്യതയിലെ ദൈവത്തിന്റെ സമാധാനത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കത്തോലിക്ക POC ബൈബിൾ പതിപ്പെടുത്ത് ജെറമിയ പ്രവാചകന്റെ ഈ വചനഭാഗങ്ങൾ ഒത്തിരി ഭക്തിയോടെ വായിക്കാൻ എല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ വചനങ്ങൾ വെറുമൊരു വായനയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറാനും ദൈവഹിതമനുസരിച്ച് ജീവിക്കാനും നമ്മെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങളേവരും, നിങ്ങളുടെ കുടുംബങ്ങളും, നിങ്ങളുടെ ജീവിതാവസ്ഥകളും
പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം. ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ തന്നെ. അതുവരെ പ്രാർത്ഥിക്കാം, സ്നേഹിക്കാം, ഈശോയെ പങ്കുവയ്ക്കാം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ.